ഇന്ത്യൻ ഇന്ത്യൻ സിറ്റിസന് ഒരു അഭിപ്രായമുണ്ട്. പെണ്ണുങ്ങൾ ഇനി പുരക്കുന്നൊന്ന് നിസ്കരിക്കണ്ട. കാരണം പെരുന്നാൾ നിസ്കാരം വരുമ്പോൾ ചില ആൾ ഈദ്ഗാഹിലാക്കുന്നതാണ്. കാരണം പറയൽ സ്ഥലമില്ല എന്നാണ്. അപ്പോൾ ഈദ്ഗാഹായാലും ശരി, ഈദ് ഗുഹായാലും ശരി, ഇനി സാധാരണക്കാരൻ്റെ കണ്ടത്തിലോ റോട്ടുമോ മറ്റേ പലസ്തീനിലെല്ലാം കാണുന്ന പോലെ അല്ലെങ്കിൽ ഈജിപ്തിൽ കാണുന്ന പോലെ ആ പണിയൊന്നും വേണ്ട. നിങ്ങളെ മൊല്ലാക്കന്മാരോടും കമ്മിറ്റിയോടും പറയണോ ഒരു പള്ളി തരാൻ. ഇത് മരിക്കുമ്പോൾ ഒരാൾ സ്ഥലം കൊടുത്തിട്ട് പിന്നെ അത് ഈക്കൻ്റെ കയ്യിലും ആപ്പൻ്റെ കയ്യിലും ആയിട്ടായി നിൽക്കുന്നത്. ഈക്ക് ആപ്പയല്ലേ എവിടെയെങ്കിൽ പോയി നിന്നേ. അപ്പോൾ പറയാനുള്ളത്, പെണ്ണുങ്ങൾ ഇനിയിപ്പോൾ ഭരണത്തിൽ കയറും, പകുതി ഈക്വാലിറ്റി അതുകൊണ്ടാണ് സംവരണമെല്ലാം ഇനി പഞ്ചായത്ത് കഴിഞ്ഞാൽ മറ്റേതിലും ഉണ്ടാവും, എല്ലാത്തിലും ഈക്വാലിറ്റി. അതിൻ്റെ തുടക്കമാണ് ഇപ്പം 50-50. അപ്പോൾ പള്ളിയിൽ പോകുന്നവൻ പള്ളിയിൽ പോയിട്ടോടെ കള്ളുടിക്കുന്നവൻ കള്ളുടിക്കുക, പെണ്ണ് കുടിക്കുന്നവൻ പെണ്ണ് കുടിക്കുക. കാരണം ബൊംബെയിൽ റെഡ് സ്ട്രീറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് പിടിച്ചാൽ മതി, ആരാൻ്റെ പെണ്ണിനെ പിടിക്കൊന്നും വേണ്ട. അതിന് ഈടുന്ന് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണോ, കാരണം ഈടിയും പിടിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് ബാക്കിലൂടെ. എന്നിട്ട് ബയ്യേന്ന് ഇത് പറയല്, അന്ന അങ്ങനെ ആക്കി അന്ന ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഒന്നും പറയൂല. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു എം എൽ എ എന്താണ് ചങ്ങൈൻ്റെ പ്രശ്നം, കത്തി താഴെ വെക്കടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊപ്പി താഴെ വെക്കണം, ചോപ്പ് കൊടി താഴെ വെക്കാന്ന് വല്ലതും പറയേണ്ട വരും ഇന്ത്യ സിറ്റിയിലെ. അപ്പോൾ ആ തട്ടിട്ട ആൾക്കാരെല്ലാം ബുർഖെല്ലാം ഒഴിവാക്കണം. കാരണം തൊപ്പി ധരിക്കുമ്പോൾ ഒരാൾ തട്ടിട്ടിന്, അപ്പോൾ ഫോട്ടോ പബ്ലിക്കിൽ ഇളക്കുകയും ചെയ്തിന്. അപ്പോൾ പറയാനുള്ളത്, ഒന്ന് ബുർഖ ഊരണേ, ബുർഖൻ്റെ ഉള്ളിലെ ഡ്രസ്സ് മതി. നിങ്ങൾ തട്ടലിട്ടപ്പോൾ ഇവിടെ കന്യാസ്ത്രീ തട്ടിട്ടിട്ട് തട്ടിടാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. നിങ്ങൾക്കൊന്ന് തിരിയുന്നില്ലെങ്കിൽ കൂടുതൽ പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഇന്ത്യൻ സിറ്റിസനെ പിടിച്ച് ജയിലിലിട്ട് ഇനിയും ജയിലിടാനാണ് കുറേ എണ്ണം നടക്കുന്നത്. ഈ സിംഗം സൂയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓൻ്റെ ബായ് പൂട്ടിക്കൂ, ഓൻ്റെ ഈ യൂട്യൂബ് പൂട്ടിക്കൂ. ആ ചങ്ങായിന് ജയിലിട്ടിട്ട് ഈ നാട് എന്ത് കൊടുത്തിന്, പോസ്റ്റ് കൊടുത്തിന്, നമ്മളെ ശമ്പളവും കൊടുത്തിന്. ഭയങ്കര രസമാണ്. ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്. SDP പാർട്ടി ഓഫീസാണ് ഇപ്പം മാഷാ അല്ലാ ഹോട്ടൽ. SDP പാർട്ടി ഓഫീസ്. അപ്പോൾ അതും PM ശ്രീയിൽ വന്ന ലൈസൻസാണ്. അപ്പോൾ പ്രധാനമന്ത്രിയും SDP ഇപ്പോഴത്തെ കൊടിക്കാരെല്ലാം ബന്ധമുണ്ട്. SDP ഹോട്ടലിലെ മുതലാളിയാണ് ഇന്ത്യൻ സിറ്റീസിനെ പിടിച്ചുകൊണ്ട് പോകാനാക്കിനി. എന്നിട്ട് സംസാരിക്കാൻ വന്നത് SDP ഇപ്പോഴത്തെ 10ാം വാർഡിലെ ഹാഷിമാണ്. കണ്ണടിട്ട ഹാഷിം സാറാണ്. പിന്നെ സിദ്ദീഖ് കോളിൻ്റെ അടുത്ത ജുനൈദ് സാറിൻ്റെ ബൈക്ക് പിടിച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് സംസാരിച്ചിട്ട് എന്തോ ഒഴിവാക്കുന്നതും കണ്ടിനി. അയാളും മെമ്പർ തന്നെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അബ്രോഡിലെ ജനങ്ങളെ, പ്രൊട്ടക്റ്റ് യുവർ ചൈൽഡ്, പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി.